നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ വൻ ലഹരി വേട്ട. 4 ദിവസത്തിനിടെ പോലീസ് പിടിയിലായത് ലഹരി കടത്ത് സംഘത്തിലെ 6 പേർ. കാസർഗോഡ് BLOയെ മർദ്ദിച്ച സംഭവം. അറസ്റ്റ് ചെയ്ത CPM ലോക്കൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്തു. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള ജില്ലാ സമ്മേളനം നടന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് CCTV വഴി ദുബായ് പ്രവാസിയോട് വോട്ടഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥി. ചെങ്കള പഞ്ചായത്ത് 15-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശുക്കൂർ ചെർക്കളയാണ് വേറിട്ട വോട്ടഭ്യർത്ഥന നടത്തിയത്. കാസർഗോഡ് നഗരസഭയിലെ 27-ാം വാർഡ് പള്ളിക്കാലിലെ UDF കൺവെൻഷൻ നടന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഭരണമാല്യം വരന്മാരുടെ കയ്യിലേൽപ്പിച്ചത് ജില്ലാ കളക്ടർ. കണ്ടുനിന്നവരുടെ മനസ്സും കണ്ണും നിറച്ച് കാസർഗോഡ് ഒരു വിവാഹം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ വൻ ലഹരി വേട്ട. കാസർഗോഡ് വിദ്യാനഗർ, ഹൊസ്ദുർഗ്, ബേക്കൽ പോലീസ് സ്റ്റേഷനുകളിലായി 40 ഗ്രാമോളം MDMAയും 6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി. 4 ദിവസത്തിനിടെ ലഹരിക്കടത്ത് സംഘത്തിലെ 6 പേരാണ് പോലീസിന്റെ പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെ ഓട്ടോയിൽ കടത്തുവാൻ ശ്രമിച്ച മാരക രാസലഹരിയായ MDMAയുമായി 2 പേരാണ് ആദ്യം പിടിയിലായത്. കാസർഗോഡ് ശിരബാഗിലു നാഷണൽ നഗർ സ്വദേശിയും മുളിയാർ മാസ്തിക്കുണ്ട് ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ ഉസ്മാൻ K, ശിരബാഗിലു ബദർപള്ളിക്ക് സമീപം താമസിക്കുന്ന അബ്ദുൽ റഹിമാൻ എന്നിവരാണ് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. 28.32 ഗ്രാം MDMAയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിന്റെ അടിയിലായുള്ള സ്റ്റോറേജ് ബോക്സിനുള്ളിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുമാണ് 3ാമത്തെയാളായ ഉളിയത്തടുക്ക ഗണേഷ് നഗർ സ്വദേശി മുഹമ്മദ് ഹനീഫ് പിടിയിലായത്. 6 ഗ്രാം MDMAയും 6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ വിദ്യാനഗർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പരിശോധിച്ചപ്പോഴാണ് MDMAയും ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തിയത്. മുറിയനാവി സ്വദേശിയായ ഷാജഹാൻ അബൂബക്കറാണ് പിടിയിലായ 4ാമത്തെയാൾ. ഹൊസ്ദുർഗ് പോലീസിന് വീട്ടിൽ ലഹരി സൂക്ഷിച്ചതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 3 ഗ്രാം MDMAയുമായാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ കിടപ്പുമുറിയിലെ ബാത്റൂമിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ബേക്കൽ പോലീസ് 2 പേരെ MDMAയുമായി പിടികൂടിയിരുന്നു. പയ്യന്നൂർ രാമന്തളി കുന്നരു സ്വദേശികളായ പ്രജിത്ത് M, സജിത്ത് T എന്നിവരായിരുന്നു പിടിയിലായത്. 1.95 ഗ്രാം MDMAയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് സമീപത്തു നിന്നുമാണ് ഇവർ പിടിയിലായത്. ആകെ 39.27 ഗ്രാം MDMAയും 6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് 6 പേരിൽ നിന്നുമായി 4 ദിവസത്തിനിടെ ജില്ലയിൽ പിടികൂടിയത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ M IPS, കാഞ്ഞങ്ങാട് DYSP സുരേഷ് ബാബു, ബേക്കൽ DYSP മനോജ് VV എന്നിവരുടെ മേൽനോട്ടത്തിൽ കാസർഗോഡ് ഇൻസ്പെക്ടർ നളിനാക്ഷൻ P, വിദ്യാനഗർ ഇൻസ്പെക്ടർ ഷൈൻ KP, ഹൊസ്ദുർഗ് ഇൻസ്പെക്ടർ അനൂപ് കുമാർ E, ബേക്കൽ ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ, സബ് ഇൻസ്പെക്ടർ രാജീവൻ K, അനൂപ് S, അഖിൽ T, ജിജേഷ് CP, സെബാസ്റ്റ്യൻ നീതു, റോഷിത്ത് മൗഷമി CR, ASI അജയകുമാർ, പ്രദീപ് കുമാർ, നിഷാദ്, SCPO അനിൽ K, പ്രശാന്ത് NR, CPOമാരായ ശ്യാം ചന്ദ്രൻ, രമേഷ് V, ഡ്രൈവർ CPO ജിതീഷ്, രാജേഷ്, സനീഷ് ജോസഫ്, കൃഷ്ണനുണ്ണി, ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ്, കാസർഗോഡ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് BLOയെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത CPM ലോക്കൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ A സുരേന്ദ്രനെയാണ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. ദേലമ്പാടി പഞ്ചായത്ത് 8-ാം വാർഡിലെ ബൂത്ത് ലെവൽ ഓഫീസറായ P അജിത്തിന് മർദ്ദനമേറ്റ കേസിലാണ് നടപടി. കാസർഗോഡ് BLOയ്ക്ക് നേരെ അതിക്രമവും അസഭ്യവർഷവും നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. ദേലമ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPIM ലോക്കൽ സെക്രട്ടറിയുമായ സുരേന്ദ്രനെയാണ് ആദൂർ പോലീസ് പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് സുരേന്ദ്രനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ പയറടുക്ക ബൂത്തിലെ ക്യാമ്പിലാണ് സംഭവം. ബന്ദടുക്ക ബീവറേജസ് ഷോപ്പിലെ ജീവനക്കാരനും ദേലമ്പാടി പഞ്ചായത്ത് പയറടുക്ക ബൂത്തിലെ BLOയുമായ P അജിത്തിന് നേരെയാണ് അതിക്രമവും അസഭ്യവർഷവും ഉണ്ടായത്.
ഈ ബൂത്തിൽ പുഷ്പ എന്നു പേരുള്ള 2 വോട്ടർമാരുണ്ട്. ഇവരിൽ ഒരാളുടെ SIR ഫോറം ഏൽപ്പിച്ചിരുന്നു. രണ്ടാമത്തെയാളുടെ ഫോം മറ്റൊരാൾ വശമാണ് കൊടുത്തയച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അസഭ്യവർഷത്തിനും ആക്രമണത്തിനും കാരണമായത്. BLOയെ കയ്യേറ്റം ചെയ്തതായും പരാതിയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നു. സംസ്ഥാനത്ത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുവാനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗൽപാടി പഞ്ചായത്തിലെ 22ാം വാർഡ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശച്ചൂടിൽ. പ്രബലർ മത്സര രംഗത്തുള്ളതിനാൽ തന്നെ കരുത്തുറ്റ പോരാട്ടത്തിനായിരിക്കും 22ാം വാർഡ് വേദിയാക്കുക. PM സലീമിനെയാണ് UDF ഈ വാർഡിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. വാർഡിനെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്ന PM സലീം തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതോടെ ആവേശച്ചൂടിലാണ് മംഗൽപാടി പഞ്ചായത്തിലെ 22ാം വാർഡായ നയബസാർ, അയലാക്കടപ്പുറം, മണ്ണംകുഴി. പ്രബലർ മത്സര രംഗത്തുള്ളതിനാൽ തന്നെ കരുത്തുറ്റ പോരാട്ടത്തിനായിരിക്കും 22ാം വാർഡ് വേദിയാകുകയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുസ്ലിം ലീഗ് നേതാവായ PM സലീമിനെയാണ് UDF ഈ വാർഡിൽ രംഗത്തിറക്കിയിരിക്കുന്നത്. സലീം നടത്തിയ പ്രവർത്തനങ്ങളും ജനകീയ ഇടപെടലുകളുമെല്ലാം വോട്ടായി മാറുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. വാർഡിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് സലീം നടത്തുന്നത്. നേതാക്കളും പ്രവർത്തകരുമെല്ലാം സലീമിനൊപ്പം പ്രചാരണത്തിൽ സജീവമാണ്. നമ്മൾ നടുവരിക്കും കൊണ്ടാടും നാട്ടിൽ UDF വരും. UDF ഭരിക്കും, നമ്മൾ നടുവരിക്കും കൊണ്ടാടും നാട്ടിൽ UDF വരും. നാട് ഭരിക്കാൻ UDF വരും. നമ്മൾ കുടിപിടിച്ച് വോട്ടുയരും. ഇടതിൻ തന്ത്രങ്ങളെയോ പാടിപ്പോകും. ഇവിടം UDFിൻ ജയ് വിളിയും. വീടുകളിൽ നേരിട്ട് പോയും യോഗങ്ങൾ നടത്തിയുമാണ് സലീം വോട്ടഭ്യർത്ഥന നടത്തുന്നത്. എല്ലാവരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സലീം പറയുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയും PM സലീം പങ്കുവയ്ക്കുന്നു. ഞാൻ PM സലീം, മംഗൽപാടി പഞ്ചായത്ത് 22ാം വാർഡ് നയബസാറിൽ നിന്നാണ് മത്സരിക്കുന്നത്. എൻ്റെ വാർഡിൽ ഒരു റൗണ്ട് ഫീൽഡ് പൂർത്തിയായപ്പോൾ നല്ല പ്രതികരണമാണുള്ളത്. വോട്ടർമാരൊക്കെ വളരെ ആവേശത്തിലാണ്. നല്ല വോട്ടിന് വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമുള്ളത്. എൻ്റെ വാർഡ് എന്ന് മാത്രമല്ല, മംഗൽപാടി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വളരെ സപ്പോർട്ടാണ് എനിക്കുള്ളത്. നല്ല വോട്ടിന് ജയിക്കും എന്നാണ് എൻ്റെ നാളെ ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് ഫീൽഡ് തുടങ്ങുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ വളരെ നല്ല നിലയിൽ ഫീൽഡ് തുടങ്ങിയെങ്കിൽ ഒരു 10 മണി 10:30 മണിയാകുമ്പോൾ ഫീൽഡ് ഞങ്ങൾ പൂർത്തിയാക്കുന്നത്. നാളെ ബോയ്സ് സ്കൂൾ പരിസരവും അതേപോലെ ആയില മൈതാനി ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ടുണ്ട്. അവരൊക്കെ നിരന്തരം വിളിച്ചിട്ട് കാര്യങ്ങൾ വോട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അവരും നല്ല സപ്പോർട്ടാണ് നമുക്കുള്ളത്. എല്ലാ ജനവിഭാഗവും വളരെ സപ്പോർട്ടാണ്. വാർഡിലുള്ളവർക്ക് ജാതിമത ഭേദമന്യേ ഏത് സഹായത്തിനും ഏത് സമയത്തും താൻ ഉണ്ടാകുമെന്നും സലീം പറഞ്ഞു. എന്തായാലും പ്രചരണം മുന്നണികൾ ശക്തമാക്കിയതോടെ 22ാം വാർഡിലെ മുക്കിലും മൂലയിലുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശം അലതല്ലുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള HVACREA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. നെല്ലിക്കുന്ന് MLA ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു.
റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മേഖലയിൽ തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്ന തൊഴിലാളി സർക്കാർ അംഗീകൃത സംഘടനയായ ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള HVACREA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. നെല്ലിക്കുന്ന് കോസ്മോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് MLA N. നെല്ലിക്കുന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഈ കാസർഗോഡ് ജില്ലയിൽ HVACR അംഗത്വമുള്ള 300 ആളുകളാണുള്ളത്. 300 ആളുകൾ പോരാ, 300 ആളുകൾ കാസർഗോഡ് ജില്ലയിൽ പോരാ, ഒരുപക്ഷെ കാസർഗോഡ് നഗരത്തിൽ തന്നെ 300-ലധികം ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരെയൊക്കെ നിങ്ങൾ ഈ HVACRലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു നല്ലൊരു മഹത്വം ഉണ്ടാക്കണം, ഒരു ഏകീകരണ സ്വഭാവം നിങ്ങളുടെ ചാർജിൽ നിങ്ങൾ ഉണ്ടാക്കണം, അതിന് നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് അമീർ അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വിജയൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ അഷ്റഫ് കണക്കവതരണവും നടത്തി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ N. മുഖ്യപ്രഭാഷണവും സംസ്ഥാന സെക്രട്ടറി മനോജ് KR സംഘടനാ വിശകലനവും നടത്തി. സഹായനിധിയെക്കുറിച്ച് സംസ്ഥാന ട്രഷറർ റൂബി S. സംസാരിച്ചു. മുഖ്യാതിഥിയായി കണ്ണൂർ ജില്ലയിൽ നിന്നും സജീഷ് KP പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കിഷോർ കുമാർ ഷെട്ടി, അബൂബക്കർ സിദ്ദിഖി എന്നിവർ സംസാരിച്ചു. തുടർന്ന് താലൂക്ക് പ്രസിഡന്റുമാർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിജീഷ് കുമാർ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് വിഘ്നേഷ് നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടയായ ജില്ലാ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് KR മുഖ്യ വരണാധികാരിയായി. അടുത്ത 3 വർഷത്തേക്ക് സംസ്ഥാന കൗൺസിലറായി ശിവകുമാർ N, കിഷോർ കുമാർ ഷെട്ടി എന്നിവരെയും, ജില്ലാ പ്രസിഡന്റായി അമീർ അലി, സെക്രട്ടറി നിജീഷ് കുമാർ, ജില്ലാ ട്രഷറർ അഷ്റഫ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ചടങ്ങിൽ സംസ്ഥാന നേതാക്കളെ മികച്ച പ്രവർത്തനങ്ങൾക്കായുള്ള ആദരിക്കലും ഒപ്പം സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ട് CCTV വഴി ദുബായ് പ്രവാസിയോട് വോട്ടഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥി. ചങ്ങള പഞ്ചായത്തിലെ 15-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശുക്കൂർ ചെർക്കളയാണ് ആധുനിക സൗകര്യം പ്രയോജനപ്പെടുത്തി വോട്ടഭ്യർത്ഥന നടത്തിയത്. ദുബായിലുള്ള TPC സുബൈറിനോടാണ് വോട്ട് ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ CCTVക്ക് മുന്നിൽ നിന്നും ശുക്കൂർ ചെർക്കള അഭ്യർത്ഥിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവമായതോടെ സ്ഥാനാർത്ഥികൾ പുതുമ നിറഞ്ഞ വോട്ടഭ്യർത്ഥനകൾ നടത്തി തങ്ങളുടെ വിജയം അരക്കിട്ടുറപ്പിക്കുകയാണ്. കാസർഗോട്ട് CCTV വഴി സ്ഥാനാർത്ഥി ദുബായ് പ്രവാസിയോട് വോട്ടഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വേറിട്ട രീതിയിലും വോട്ട് ചോദിക്കാമെന്ന് തെളിയിച്ചിരിക്കുന്നത്. ചെങ്കള പഞ്ചായത്ത് 15-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശുക്കൂർ ചെർക്കളയാണ് ആധുനിക സൗകര്യം പ്രയോജനപ്പെടുത്തി പുതുമ നിറഞ്ഞ രീതിയിൽ വോട്ടഭ്യർത്ഥന നടത്തിയത്. ദുബായിലുള്ള TPC സുബൈറിനോടാണ് വോട്ട് ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ CCTVക്ക് മുന്നിൽ നിന്നും ശുക്കൂർ ചെർക്കള അഭ്യർത്ഥിച്ചത്. ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥനയിലും എന്തായാലും പുതുമ നിറഞ്ഞ ഈ വോട്ടഭ്യർത്ഥന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയിലെ 27-ാം വാർഡ് പള്ളിക്കാലിലെ UDF കൺവെൻഷൻ നടന്നു. N. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി KM ഹനീഫയുടെ വിജയത്തിനായി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് N. നെല്ലിക്കുന്ന് MLA ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിലെ പ്രധാന വാർഡുകളിലൊന്നായ 27-ാം വാർഡ് പള്ളിക്കാലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആരവങ്ങൾ ഉയർന്നു തുടങ്ങി. വാർഡിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി KM ഹനീഫ മികച്ച പ്രചാരണവുമായി വാർഡിൽ സജീവമാണ്. പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന UDF കൺവെൻഷൻ നിരവധി നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. N. നെല്ലിക്കുന്ന് MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാർഡിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി KM ഹനീഫയുടെ വിജയത്തിനായി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് N. നെല്ലിക്കുന്ന് MLA ആവശ്യപ്പെട്ടു. സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന KM ഹനീഫ കലാകായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും നാടിന്റെയും വാർഡിന്റെയും വികസനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്നും MLA അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചതിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല. ഹനീഫ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഹനീഫ് എന്ന കൗൺസിലർ ഇനി മുതൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ കൂടെ എത്രമാത്രം സക്രിയനായിരുന്നു അതിനേക്കാൾ സക്രിയനായി ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വാർഡിലെ മുഴുവൻ വോട്ടുകളും
അപ്പോൾ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് UDF നിർത്തിയിട്ടുള്ള ഹനീഫിനല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് അങ്ങനെയുള്ള സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട് എങ്കിൽ അപ്പോൾ ആ സ്ഥാനാർത്ഥിക്കൊക്കെ വോട്ട് കൊടുക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യ രാജ്യം കടന്നു പോകുന്ന ഈ വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ആരെങ്കിലും അവരുടെ വോട്ടവകാശം ഇങ്ങനെ പാഴാക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വോട്ടിനൊക്കെ വളരെ വിലയുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് വലിയ കരുത്ത്, വലിയ ശക്തിയുള്ള ഒരു സാധനമാണ്. ആ കരുത്തുള്ള ആ സാധനം ആരെങ്കിലും ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആരെങ്കിലും അത് പാഴാക്കാൻ തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പള്ളിക്കാട് വാർഡിലെ മുഴുവൻ ആളുകളുടെയും വോട്ട് ഹനീഫിന്റെ പട്ടികയിലായിരിക്കുമെന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. നിങ്ങൾക്കും ആ കാര്യത്തിൽ സംശയമുണ്ടാകില്ല. അബ്ദുൽ ഖാദർ സാദി പ്രാർത്ഥന നടത്തി. NA അബ്ദുല്ല അധ്യക്ഷത വഹിച്ചു. STU നേതാവ് KP മുഹമ്മദ് അഷ്റഫ്, യൂത്ത് ലീഗ് നേതാവ് അഷ്റഫ് എടനീർ, അഹമ്മദ് ഹാജി അങ്കോല, KM ബഷീർ, TE മുക്താർ, അമാനുള്ള അങ്കാർ, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ആസിഫ് കുണ്ടുവളപ്പ് സ്വാഗതവും സ്ഥാനാർത്ഥി KM ഹനീഫ നന്ദിയും പറഞ്ഞു. ഹസൈൻ ആർ ഹാജി തളങ്കര, ഹുസൈൻ മേഘ, ഉമ്പു, മാസ്റ്റർ അബ്ദു, സലീം കുണ്ടിൽ, മുഹമ്മദ് കുഞ്ഞി, മജീദ് ഊദ്, നവാസ് അൽഫ, KS മുഹമ്മദ് കുഞ്ഞി, KS ജലീൽ, PT ഫാറൂഖ്, ഷംസുദ്ദീൻ പട്ടേൽ റോഡ്, ഹക്കീം ഖത്തർ, റിനാസ് മാസ്റ്റർ, അസ്ലം പള്ളിക്കാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കാത്തിരുന്ന ദി ഹോപ്പ് ഡയമണ്ട് എക്സിബിഷന് സിറ്റി ഗോൾഡിൽ തുടക്കമായി. ലോകോത്തര നിലവാരമുള്ളതും ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഉൾക്കൊള്ളുന്നതുമായ ആഭരണങ്ങളുടെ അമൂല്യ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് CH സെന്റർ ജനറൽ കൺവീനറും പ്രമുഖ വ്യവസായിയുമായ 14 അബ്ദുൽ റഹ്മാൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സിറ്റി ഗോൾഡിൽ ദി ഹോപ്പ് ഡയമണ്ട് എക്സിബിഷന് തുടക്കമായി. വർഷം തോറും നടത്തിവരാറുള്ള എക്സിബിഷന്റെ 3ാം പതിപ്പിനാണ് വ്യാഴാഴ്ച തുടക്കമായത്. ഡിസംബർ 15 വരെയാണ് എക്സിബിഷൻ നടക്കുക. ലോകോത്തര നിലവാരമുള്ളതും ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഉൾക്കൊള്ളുന്നതുമായ ആഭരണങ്ങളുടെ അമൂല്യ ശേഖരമാണ് എക്സിബിഷനിൽ സിറ്റി ഗോൾഡ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സിറ്റി ഗോൾഡിന്റെ പ്രത്യേക പ്രീമിയം ഡയമണ്ട് സെഗ്മെന്റായ ഡ്രസ്റ്റൺ ഗ്രീൻ ജേഡ് ജ്വൽ ഗ്രീൻ സ്റ്റോൺസ് കളക്ഷൻസ് എക്സിബിഷനിലെ ആകർഷണീയ ഇനമാണ്. ഈവന്റുകളിലെയും മെഹന്തി പാർട്ടികളിലെയും താരമാകുന്ന അഴകിന്റെ പച്ചപ്പ് ചാർത്തിയ ഡ്രസ്റ്റൺ ഗ്രീൻ ജേഡ് ജ്വൽ ഗ്രീൻ സ്റ്റോൺസ് കളക്ഷൻസ് വിസ്മയം പകരുന്നതാണ്. പ്രകൃതിയുടെ അനുഗ്രഹം പോലെ തിളങ്ങുന്ന ഈ ശേഖരം സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതാണ്. ഓഷൻ ഒപ്പുലൻസ് അഥവാ ബ്ലൂ സ്റ്റോൺസ് കളക്ഷൻസ് വെഡ്ഡിംഗ് റിസപ്ഷൻ പാർട്ടികളിൽ നിലവിലെ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ആണ്. ഓഷൻ ഒപ്പുലൻസ് ബ്ലൂ സ്റ്റോൺസിന്റെ വലിയ കളക്ഷൻ തന്നെ എക്സിബിഷനിലുണ്ട്. ആഴക്കടലിന്റെ മനോഹാരിതയും പ്രൗഢിയും ഒത്തുചേരുന്ന ഈ ആഭരണങ്ങൾ രാജകീയ സ്പർശം നൽകുന്നു. ദി പോമോഗ്രാനറ്റ് സിഗ്നേച്ചർ കളക്ഷൻസ് ആണ് മറ്റൊരു ആകർഷണം. മാതളപ്പൂവിൻ്റെ ചുവപ്പ് നിറം പോലെ സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ദി പോമോഗ്രാനൈറ്റ് സിഗ്നേച്ചർ കളക്ഷൻസ് മനം മയക്കുന്നതാണ്. സിറ്റി ഗോൾഡിൻ്റെ തനതായ ഈ സിഗ്നേച്ചർ ശേഖരം പാരമ്പര്യവും ആധുനികതയും സമന്വയിക്കുന്നതാണ്. ഇതുകൂടാതെ യുവതലമുറയ്ക്ക് വേണ്ടി അവരുടെ ഫാഷൻ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ട്രെൻഡി ലുക്കിനായുള്ള ജെൻസ് കളക്ഷൻസുമുണ്ട്. യൂത്തിൻ്റെയും സ്റ്റൈലിൻ്റെയും ഈ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ എല്ലാ അവസരങ്ങൾക്കും അനുയോജ്യമാണ്. ഹോപ്പ് ഡയമണ്ട് എക്സിബിഷൻ കാണുവാനും സ്വന്തമാക്കുവാനും നിരവധി ഉപഭോക്താക്കളാണ് എത്തിത്തുടങ്ങിയിരിക്കുന്നത്. എക്സിബിഷന്റെ ഉദ്ഘാടനം പ്രമുഖ വ്യവസായി 14 അബ്ദുൽ റഹ്മാൻ നിർവഹിച്ചു. അതിന്റെ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനാഗുറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അബ്ദുൽ റഹ്മാൻ 14 ആണ്. സോഷ്യൽ വർക്കറാണ്, ബിസിനസ്മാൻ. അതൊക്കെ കൂടാതെ തന്നെ കാഞ്ഞങ്ങാട് CH സെന്ററിന്റെ ജനറൽ കൺവീനർ കൂടിയാണ് അദ്ദേഹം. We welcome you, sir. Thank you, sir. Thank you so much for coming. Ceremony നിർവഹിക്കുന്നത് മൂസ എരിയാണ്. Thank you, sir. Thank you so much. That's a beautiful bride, Hasina Flora. Thank you so much. ഇപ്പോൾ കരീംചാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ആ സമയത്ത് അതിനു മുമ്പേയൊക്കെ ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലേക്ക് എത്താനുള്ള കാരണം ഞാൻ
അദ്ദേഹത്തിൻ്റെ ടീം ഒക്കെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ജ്യേഷ്ഠൻ്റെ മകനടക്കം. അപ്പം ഞാൻ ഒറ്റ വാക്കിൽ മാഞ്ചോട് പറഞ്ഞാണ്, റിമാർക്സ് ഇല്ലാത്ത വ്യക്തിത്വമാണ്. ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് ഇവിടെ സ്വർണം മേടിക്കാൻ വന്നത് എനിക്ക് കരിയൻചാണ്ടിൽ വിശ്വാസമാണ്. അപ്പൊ അതുപോലെ അദ്ദേഹത്തിന്റെ ക്രൂ എന്ന് പറഞ്ഞാൽ ഞാൻ തൊഴിലാളികൾ എന്ന് പറയാൻ തയ്യാറല്ല, അദ്ദേഹത്തിന്റെ ടീമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ആരെയും അദ്ദേഹം ചെറുതാക്കി കാണുന്നത്, ചെറിയവരെയും എനിക്ക് സമാനത എന്ന് കരുതുന്ന, എന്നെക്കാൾ കഴിവുള്ളവനാണെന്ന് കരുതുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ്. പിന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യം ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം ജീവകാരുണ്യ ചാരിറ്റി മേഖലയിൽ ഇപ്പോൾ 12-8 മിഷനോട് കൂടിയിട്ട് CS സെന്റർ കാസർഗോഡിന്റെ ജനറൽ കൺവീനറോ അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ അദ്ദേഹം. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാഹിൻ കോളിക്കര, ഹസൻ മദീന, ഹസീന ഫ്ലോറ, ബഷീർ തോട്ടത്തിൽ, സിറ്റി ഗോൾഡ് ചെയർമാൻ അബ്ദുൽ കരീം കോളിയാട്, മൂസ ഉപ്പള, ഡയറക്ടർ ഇർഷാദ് കോളിയാട്, ക്ലസ്റ്റർ മാനേജർ തംജീദ് കോളിയാട്, AGM അജ്മൽ, റീജിയണൽ ഹെഡ് ഷാഫി, ബ്രാഞ്ച് മാനേജർ സതീഷ്, സെയിൽസ് മാനേജർ കൃഷ്ണൻ, മാർക്കറ്റിംഗ് മാനേജർമാരായ ഷഹദാഫ്, ജുനൈദ്, റസാഖ്, മംഗളൂരു മാനേജർ ഹാഫിസ് തുടങ്ങിയവരും നിരവധി വിശിഷ്ട വ്യക്തികളും ഉപഭോക്താക്കളും മറ്റ് സിറ്റി ഗോൾഡ് പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ടു നിന്നവരുടെ മനസ്സും കണ്ണും നിറച്ച് കാസർഗോട്ട് നടന്ന ഒരു വിവാഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി. പരവനടുക്കം മഹിളാ മന്ദിരം അന്തേവാസികളായ ശ്രീജയും അഞ്ജുവും പുതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ചടങ്ങാണ് മനോഹരമായ കാഴ്ചയൊരുക്കിയത്. ഇവരുടെ കഴുത്തിൽ ചാർത്തുവാനുള്ള വരണമാല്യം വരന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഒരു കാരണവരെ പോലെ ഈ വിവാഹത്തിന് മുന്നിൽ നിന്നത് ജില്ലാ കളക്ടർ ഇമ്പശേഖറായിരുന്നു. 2 പെൺകുട്ടികളുടെ ജീവിതത്തിന് സ്നേഹനാളം പകർന്ന കാസർഗോഡ് വനിതാ ശിശുവികസന വകുപ്പ് ടീമിൻ്റെ പ്രവർത്തനത്തിന് നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത്. സ്നേഹവും നന്മയുമെല്ലാം വിട്ടകലുന്ന പുതിയ കാലത്ത് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന സ്നേഹത്തിൻ്റെയും നന്മയുടെയും സന്ദേശം വിളംബരം ചെയ്യുന്ന മനോഹരമായ വിവാഹത്തിനാണ് കാസർഗോഡ് പരവനടുക്കം പാഞ്ചജന്യം ഓഡിറ്റോറിയം സാക്ഷിയായത്. വിവാഹത്തിന് താലവുമേന്തി വന്ന തട്ടമിട്ട ഒരമ്മ, അവിടുത്തെ സൂപ്രണ്ടായ നദീറ, ഇവരുടെ പിന്നാലെയാണ് മഹിളാ മന്ദിരത്തിലെ സുന്ദരി കുട്ടികളായ ശ്രീജയും അഞ്ജുവും വിവാഹ ചടങ്ങിനെത്തിയത്. അവരുടെ കഴുത്തിൽ ചാർത്തുവാനുള്ള വരണമാല്യം വരന്മാരുടെ കയ്യിലേൽപ്പിച്ചത് ജില്ലാ കളക്ടർ ഇമ്പശേഖറായിരുന്നു. ഈ 2 പെൺകുട്ടികളുടെ വിവാഹമെന്ന സ്വപ്നത്തിന് ചിറകുമുളപ്പിച്ചത് കാസർഗോഡ് വനിതാ ശിശുവികസന വകുപ്പ് ടീമാണ്. ജന്മം നൽകാതെ തന്നെ അമ്മയായി വാത്സല്യത്തിൻ്റെ തെളിനീർ നൽകി വളർത്തിയ മക്കൾക്ക് ഒരമ്മയുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഇവർ നൽകി. തിരക്കുകൾക്കിടയിലും കളക്ടർ ക്ഷമയോടെ ചടങ്ങുകളിൽ പങ്കെടുത്തതും ഫോട്ടോസിന് പോസ്റ്റ് ചെയ്തതുമൊക്കെ ചടങ്ങിനെത്തിയവർക്ക് നവ്യമായ അനുഭവമാണ് സമ്മാനിച്ചത്. ഇനിയും ഒരുപാട് മക്കളുടെ ജീവിതങ്ങൾക്ക് നിറം പകരുവാൻ വനിതാ ശിശുവികസന വകുപ്പിന് സാധിക്കട്ടെ എന്നാണ് ചടങ്ങിനെത്തിയ ഓരോരുത്തരും ആശംസിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ട് തലക്കടിച്ച് കൊല്ലുവാൻ ശ്രമിച്ച പ്രതിക്ക് 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കർണാടക സ്വദേശിയും ഉപ്പളയിലെ താമസക്കാരനുമായ വിജയനായകിനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. മരം മുറിക്കുന്ന മെഷീൻ തിരിച്ചു ചോദിച്ച് നൽകാത്തതിലുള്ള വിരോധത്തിൽ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊല്ലുവാൻ ശ്രമിച്ച പ്രതിക്ക് കോടതി 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കർണാടക ഷിമോഗ രാജീവ് നഗറിലെ വിജയനായകിനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് 3 കോടതി ജഡ്ജ് അചിന്ത്യ രാജ് ഉണ്ണി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം വീതം അധിക തടവ് അനുഭവിക്കുവാനും കോടതി ഉത്തരവിട്ടു. പരാതിക്കാരനായ നാഗരാജ നായക്കിന് നൽകുവാനുള്ള വകയിൽ കടമായി നൽകിയ മരം മുറിക്കുന്ന മെഷീൻ തിരിച്ചു ചോദിച്ച് അത് നൽകാത്തതിലുള്ള വിരോധത്തിൽ വാക്തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് നാഗരാജ നായക്കിനെ തടഞ്ഞു നിർത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ സ്ഥലത്തുണ്ടായിരുന്ന വലിയ കരിങ്കല്ലുകൊണ്ട് 3 പ്രാവശ്യം തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എന്നാണ് പരാതി. സംഭവത്തിൽ വിജയനായക്കിനെതിരെ വധശ്രമത്തിനാണ് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിരുന്നത്. അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് മഞ്ചേശ്വരം ഇൻസ്പെക്ടറായിരുന്ന PK ധനഞ്ജയനാണ്. തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് മഞ്ചേശ്വരം ഇൻസ്പെക്ടറായിരുന്ന AV ദിനേശാണ്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് P സതീശൻ, അഡ്വക്കേറ്റ് KM അമ്പിളി എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശശി തരൂരിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഒരു പാർട്ടിയെ കൊണ്ട് എന്തൊക്കെ നേടാമോ അതെല്ലാം തരൂർ നേടിയിട്ടുണ്ട്. രക്തസാക്ഷി പരിവേഷത്തോടെ പാർട്ടി വിടാമെന്ന് തരൂർ കരുതേണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോട്ട് പറഞ്ഞു. ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് എന്തൊക്കെ നേടാവോ അതെല്ലാം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്.
ഇതിനപ്പുറം ഈ പാർട്ടിയിൽ നിന്ന് ഇനി അദ്ദേഹത്തിനൊന്നും ലഭിക്കാനില്ല. ഇന്ന് കോൺഗ്രസിന്റെ പരമോന്നത സമിതി എന്ന് പറയുന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് അദ്ദേഹം. കോൺഗ്രസ് പ്രസിഡന്റായി മത്സരിച്ച അദ്ദേഹമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസ് ഏറ്റവും നല്ലൊരു കമ്മിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാബിനറ്റ് പദവിയുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല. പിന്നെ അദ്ദേഹത്തിന്റെ കൂറും വിജയത്വവും പ്രതിബദ്ധതയും കോൺഗ്രസിനോടായിരിക്കണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. പക്ഷെ അദ്ദേഹം ഒരു രക്തസാക്ഷി പരിവേഷം നേടിയെടുത്ത പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ അത്തരം ഒരു പരിവേഷം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വയം പാർട്ടി വിട്ടു പോകാം. പക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി പോകാമെന്നുള്ള വ്യാമോഹം നടക്കുന്ന പ്രശ്നമില്ല. ഒരു പേടിയില്ല. ഈ ശശി തരൂരിനെ കൈകാര്യം ചെയ്യുന്ന നേതൃത്വത്തിന് എന്തെങ്കിലും കേരളത്തിലെ നേതൃത്വത്തിന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയതായി തോന്നുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന് എന്ത് വീഴ്ചയാണ് പറ്റുന്നത്? അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് കേരളത്തിലെ KPCC അല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. പ്രസിഡന്റും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വാരിക്കാട്ടപ്പൻ ശ്രീ മഹിഷ മർദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തുടക്കമായത്. കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വാരിക്കാട്ടപ്പൻ ശ്രീ മഹിഷമർദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. വാദ്യമേളങ്ങൾ, മേലാപ്പ്, കൊടിക്കൂറ എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ദീപവും തിരിയും എഴുന്നള്ളത്തിൽ ആചാരസ്ഥാനികരും ആഘോഷ അമ്പല കമ്മിറ്റി ഭാരവാഹികളുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. തുടർന്ന് 7 പ്രാദേശിക സമിതികളിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി അരങ്ങേറി. തുടർന്ന് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഡിസംബർ 1 കളിയാട്ട മഹോത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാജ്യത്ത് നീതിയും സമത്വവും സാഹോദര്യവും മതേതരത്വവും നിലനിൽക്കുന്നത് ലോകത്തിന് മാതൃകയായ നമ്മുടെ ഭരണഘടന ഉള്ളതുകൊണ്ടാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. അജാനൂർ പഞ്ചായത്ത് 19-ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇക്ബാൽ നഗറിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് നീതിയും സമത്വവും സാഹോദര്യവും മതേതരത്വവും നിലനിൽക്കുന്നത് ലോകത്തിന് മാതൃകയായ നമ്മുടെ ഭരണഘടന ഉള്ളതുകൊണ്ടാണെന്നും ഭരണഘടന ദുർബലപ്പെട്ടാൽ രാഷ്ട്രമെന്ന സങ്കല്പം ഇല്ലാതാവുകയും രാജ്യത്ത് അരാജകത്വം നടമാടുകയും ചെയ്യുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. അജാനൂർ പഞ്ചായത്ത് 19-ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇക്ബാൽ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യം രാമന്റെ രാജ്യമായി മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പാർസികളുണ്ട്, ബൗദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, സിഖുകാരുണ്ട്. എന്നിട്ട് ഒരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ്, ഇന്നു മുതൽ ഈ രാജ്യം രാമന്റെ രാജ്യമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ഹിന്ദു രാജ്യമാണ് ഇന്നു തൊട്ട് എന്നാണ്. 951 സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചു. അദ്ദേഹം പോകാൻ തീരുമാനിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, താങ്കൾ ആ ചടങ്ങിന് പോകരുത്. കാരണം പോയാൽ ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ മനസ്സ് വ്രണപ്പെടും. അതുകൊണ്ട് അങ്ങ് ഹിന്ദുക്കൾ പണിയുന്ന ഈ ക്ഷേത്രമായ സോമനാഥ ക്ഷേത്രത്തിൽ പോകരുത്. ജവഹർലാൽ നെഹ്റുവിന്റെ ആ അഭ്യർത്ഥന ധിക്കരിച്ചുകൊണ്ട് രാഷ്ട്രപതി ആ ക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോയി. അതിരൂക്ഷമായ ഭാഷയിൽ ജവഹർലാൽ നെഹ്റു ഒരു കത്തെഴുതി ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക്. ഈ മതേതര രാജ്യത്തിലെ
മതേതര വിശ്വാസികളുടെ മനസ്സിനെയാണ് താങ്കൾ കടനപ്പെടുത്തിയത്. മുസ്ലിം ലീഗ് നേതാവ് സി മുഹമ്മദ് കുഞ്ഞി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. CMP സംസ്ഥാന കമ്മിറ്റി അംഗം വി കമാരൻ, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ആസിഫ്, CMP ജില്ലാ സെക്രട്ടറി സി തമ്പാൻ, നിയോജകമണ്ഡലം ലീഗ് ഭാരവാഹികളായ ഹമീദ് ചേരക്കാടത്ത്, PM ഫാറൂഖ്, ജില്ലാ പഞ്ചായത്ത് മടിക്കേൻ ഡിവിഷൻ സ്ഥാനാർത്ഥി TK വിനോദ്, മാവുകാൽ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ലക്ഷ്മി തമ്പാൻ, 19-ാം വാർഡ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ബിന്ദു, 18-ാം വാർഡ് സ്ഥാനാർത്ഥി C കുഞ്ഞാമിന, ഷംസു കൊളവയൽ, CH മൊയ്തു ഹാജി, അഷ്റഫ് ആവിക്കൽ, ഇബ്രാഹിം ആവിക്കൽ, റിയാസ്, KC ഹംസ, ഷാക്കിറ, സഫീറ, ഫരീദ, സക്കീന എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം കൊളവയിൽ 16-ാം വാർഡ് മെമ്പറായ CH ഹംസയെ ഷാളണീച്ച് ഉണ്ണിത്താൻ MP ആദരിച്ചു. മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ ഷംന KK, ഫാത്തിമ എന്നിവർക്കും പൊതുപ്രവർത്തന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന IUPH, ജസീം കപ്പണക്കാൽ, ആസിഫ് CP എന്നിവർക്കും ഇക്ബാൽ നഗർ യൂത്ത് ലീഗിന്റെ സ്നേഹോപഹാരം ഉണ്ണിത്താൻ MP വിതരണം ചെയ്തു. ചടങ്ങിന് PH അയ്യൂബ് സ്വാഗതവും അബ്ദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവംബർ 28 മുതൽ ഡിസംബർ 2 വരെ അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. GVHSS ഹെഡ്മാസ്റ്റർ PV രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. നവംബർ 28 മുതൽ ഡിസംബർ 2 വരെ അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന് മുന്നോടിയായി നടത്തിയ വിളംബര ഘോഷയാത്ര GVHSS ഹെഡ്മാസ്റ്റർ PV രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്ത്രീശക്തി അമ്പലത്തറ അവതരിപ്പിച്ച ശിങ്കാരിമേളവും വിനോദ് അമ്പലത്തറയുടെ നേതൃത്വത്തിൽ നടത്തിയ വിദ്വാൻ P കേളുനായരുടെ വിജ്ഞാനദായിനി വിശ്വവിദ്യാലയത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി തയ്യാറാക്കിയ മനോഹരമായ നിശ്ചല ദൃശ്യം വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. സ്ത്രീശക്തി അമ്പലത്തറ അവതരിപ്പിക്കുന്ന ദേവരാജ് കക്കാട്ട് അവതരിപ്പിച്ച നാടകം പ്രകൃതി ചൂഷണത്തിനെതിരെ പ്രതിരോധത്തിന്റെ അടയാളമായി വേദിയിൽ മാറുകയായിരുന്നു. പൂക്കൽ രാഘവൻ, രവീന്ദ്രൻ മുങ്ങത്ത്, P പത്മാവതി, മാധവി കാനം, ശശി കൊടവലം, രാജൻ മീങ്ങോത്ത്, രാജേഷ് കറിയ, KP ബാലൻ, ശശി മണ്ടേങ്ങാനം, PV ജയരാജ്, അമ്പലത്തറ നാരായണൻ, ജയരാജൻ കണ്ണൂത്ത്, ഉമേശൻ മലയാക്കോൾ, വേണുഗോപാൽ, സുരു കൊമ്പിച്ചിയടുക്കം, ഗിരിജ, അഡ്വക്കേറ്റ് N കരുണാകരൻ, രാജൻ ചെറുവലം, ഗംഗാധരൻ വിദ്യാൽ, രാജേഷ് പന്നിക്കുന്ന്, കൃഷ്ണൻ V, ജയൻ ചുണ്ടൻകുളം, C ജയ, N ദിവാകരൻ, നാരായണൻ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സദസ്സ് കാഞ്ഞങ്ങാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ KPV പ്രീത ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സദസ്സ് കാഞ്ഞങ്ങാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ KPV പ്രീത ഉദ്ഘാടനം ചെയ്തു. അസ്തിത്വത്തെ തകർക്കാൻ കഴിയുമെന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളെ ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതിന്റെ ഒറ്റ ഉത്തരം നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രപതിക്ക് ഒരു സ്ഥാനവുമില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവരൊരു സ്ത്രീയാണ്, അവരൊരു വിധവയാണ്, അവരൊരു ദളിതാണ്. ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ഒരാളിന്റെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്നത് എന്നതിന്റെ ഉത്തരം വേറെ ഒന്നുമല്ല, ഇന്ത്യയുടെ
ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. മനുസ്മൃതിയെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്ത് പുതിയ ജനാധിപത്യം അഥവാ രാജാധിപത്യത്തിന്റെ പുതിയ വഴികളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പുതിയ പശ്ചാത്തലത്തിലാണ് കേരളം നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക എന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ലസിത, ജില്ലാ പ്രസിഡന്റ് യു ശ്യാംഭട്ട്, ജില്ലാ ട്രഷറർ കെ വി രാജേഷ്, വി കെ ബാലാമണി, പി മോഹനൻ, വി കെ റീന, പി പി കമല, പി പുഷ്പ, ടി ശൈലജ, മാലതി എ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും ജില്ലാ വനിതാ സബ് കമ്മിറ്റി കൺവീനർ കെ ലളിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ വൻ ലഹരി വേട്ട. 4 ദിവസത്തിനിടെ പോലീസ് പിടിയിലായത് ലഹരി കടത്ത് സംഘത്തിലെ 6 പേർ. കാസർഗോഡ് BLOയെ മർദ്ദിച്ച സംഭവം. അറസ്റ്റ് ചെയ്ത CPM ലോക്കൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്തു. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള ജില്ലാ സമ്മേളനം നടന്നു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് CCTV വഴി ദുബായ് പ്രവാസിയോട് വോട്ടഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥി. ചെങ്കള പഞ്ചായത്ത് 15-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശുക്കൂർ ചെർക്കളയാണ് വേറിട്ട വോട്ടഭ്യർത്ഥന നടത്തിയത്. കാസർഗോഡ് നഗരസഭയിലെ 27-ാം വാർഡ് പള്ളിക്കാലിലെ UDF കൺവെൻഷൻ നടന്നു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഭരണമാല്യം വരന്മാരുടെ കയ്യിലേൽപ്പിച്ചത് ജില്ലാ കലക്ടർ. കണ്ടുനിന്നവരുടെ മനസ്സും കണ്ണും നിറച്ച് കാസർഗോഡ് ഒരു വിവാഹം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.